ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ റീസെന്റായി റിലീസായ 29 എന്ന തമിഴ് മൂവിയുടെ കഥയാണ്. നായകൻ സത്യ എന്ന 29 വയസ്സുകാരൻ ജീവിതത്തിൽ താൻ ആരാണെന്നും തന്റെ ലക്ഷ്യം എന്താണെന്നും കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അവന്റെ ജീവിതത്തിലേക്ക് വിജി എത്തുന്നു. ഇരുവരും പ്രണയത്തിലാകുന്നു. അവൾ അവന്റെ ജീവിതത്തിലേക്ക് വരുന്നതോടെ കഥയുടെ ഗതി തന്നെ മാറുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ 29 എന്ന ഈ തമിഴ് മൂവിയുടെ കഥ മുഴുവനായും കേൾക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കഥയിലെ ഹീറോ സത്യയെ കാണിക്കുന്നു. സത്യ ജനിച്ചു വളർന്നത് സേലത്തെ ഒരു ഗ്രാമത്തിലാണ്. സത്യയുടെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ കൃഷിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ മഴയുടെ ലഭ്യത കുറവായതുകൊണ്ട് തന്നെ കൃഷിയൊന്നും അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നില്ല. സത്യയുടെ ഫാമിലിയിൽ വിദ്യാഭ്യാസമുള്ളത് സത്യക്ക് മാത്രമാണ്. അവന്റെ അമ്മയാകട്ടെ ആ നാട്ടിലെ പല കാര്യങ്ങളിലും ഇടപെടുകയും ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ ഗ്രാമത്തിൽ വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്നതോ അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടുന്നതോ ഒന്നും തന്നെ അവന്റെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർ റോഡ് സൈഡിലെല്ലാം തന്നെ ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റോഡ് വികസനം എന്ന് പറഞ്ഞിട്ട് അത് വെട്ടാൻ വരുന്ന ആൾക്കാർക്കെതിരെ അവന്റെ അമ്മ സമരം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവനാകട്ടെ അവന്റെ അമ്മയെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഈ നാട്ടിലും നല്ല റോഡൊക്കെ വന്നെങ്കിലേ ഇവിടെ വികസനം ഉണ്ടാകൂ എന്നും അതുപോലെ ഇവിടെയുള്ള ആളുകൾക്കും പുറത്തുപോയി പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വേണ്ടേ എന്നും അവൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനത്തിനും അവന്റെ അമ്മ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകാരണം അവന്റെ അമ്മയും അവനും തമ്മിൽ എപ്പോഴും ഇതേ ചൊല്ലി വഴക്കിലായിരുന്നു. എന്നാൽ അവരുടെ പാരമ്പര്യ തൊഴിലായ കൃഷിയിൽ നിന്നും മാറി നല്ലൊരു ജോലി വാങ്ങണമെന്നും തനിക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണമെന്നുമാണ് സത്യ ചിന്തിച്ചിരുന്നത്. സത്യ പഠിത്തമെല്ലാം കഴിഞ്ഞതിന് ശേഷം തന്റെ കൂട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തുമൊക്കെ ജോലി അന്വേഷിച്ചു പോകുന്നുണ്ടായിരുന്നു. പരിചയമുള്ള ആരെങ്കിലും നല്ലൊരു ജോലി വാങ്ങി കൊടുത്താലോ എന്നാണ് അവൻ കരുതിയിരുന്നത്. പക്ഷെ അവന് വിചാരിച്ച ജോലിയൊന്നും അവന് കിട്ടിയില്ല. സോ ഗ്രാമത്തിലുള്ളവരൊക്കെ ജീവിക്കുന്നത് പോലെ ജീവിക്കേണ്ടി വരുമോ എന്നൊരു പേടി സത്യക്കുണ്ടായിരുന്നു. സോ ആ ഗ്രാമത്തിൽ നിന്നും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോകാൻ അവൻ തീരുമാനിക്കുന്നു. ചെന്നൈയിൽ ഒരു IT കമ്പനിയിൽ അവന് ജോലി കിട്ടുകയും ചെയ്യുന്നുണ്ട്. സത്യക്ക് ആ ജോലിയിൽ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തൽക്കാലം അതിൽ പിടിച്ചു നിൽക്കാൻ അവൻ തീരുമാനിക്കും. എന്നാൽ അവിടെ പ്രണയിക്കുന്നവരെ കാണുമ്പോൾ അവൻ ചിന്തിക്കുന്നത് തനിക്കും 29 വയസ്സായി. എന്നാൽ ഇന്നേ വരെ തനിക്കൊരു പ്രണയം പോലും ഉണ്ടായിട്ടില്ല. അന്നേ വരെ ഒരു പെൺകുട്ടികൾ പോലും അവനോട് ക്ലോസ് ആയി സംസാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. സത്യയുടെ കൂടെ അവൻ താമസിച്ചിരുന്ന റൂമിൽ അവന് സുഭാഷ് മണി എന്ന 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ സത്യയുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. നല്ല മഴയുള്ള ഒരു രാത്രിയിൽ അവന്റെ കുടക്കീഴിൽ അവൾ വരും. ഒരു കൊച്ചുകുട്ടിയെ പോലെയായിരുന്നു അവൾ ബിഹേവ് ചെയ്യുക. റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും ദേഹത്തേക്ക് വെള്ളം വീഴാതിരിക്കാനായി അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ച് അവന്റെ പുറകിലായി നിൽക്കുന്നു. അവൾ അവിടെ നിന്ന് പോയതിനു ശേഷവും സത്യക്ക് അവളെ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നുണ്ട്. അവളെ ഇനി എങ്ങനെ കണ്ടെത്തുമെന്ന് അവൻ ആലോചിക്കും. എന്നാൽ അവൻ ജോലി ചെയ്തിരുന്ന അതേ കമ്പനിയിൽ തന്നെ വന്ന ന്യൂ ജോയിനിങ് ആയിരുന്നു അവൾ. വിജയലക്ഷ്മി എന്ന അവൾ അവനെ പരിചയപ്പെടുന്നു. അവൾ അവനോട് സംസാരിച്ചപ്പോൾ സത്യക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാവരും അവളെ വിജി എന്നാണ് വിളിക്കുന്നത്. പിന്നീട് ഈ സത്യവുമായി അവൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് സത്യ പെരുമാറുന്നത്. ഒരു ദിവസം വിജയ് സത്യയെ ഫോൺ ചെയ്ത് എനിക്ക് വല്ലാതെ ഡിപ്രഷൻ തോന്നുന്നുവെന്നും എനിക്ക് നിന്നെ കണ്ട് സംസാരിക്കണമെന്നും പറയും. സോ അവളെയും കൂട്ടി അവൻ ബീച്ചിലേക്ക് പോകുന്നു. ബീച്ചിൽ വന്നു നിൽക്കുന്ന സമയത്ത് വിജി പറയുന്നത് എന്റെ അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലെന്നാണ്. എന്നെ അവർ അങ്ങനെ കെയർ ചെയ്യുന്ന പോലുമില്ല. എനിക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് അവൾ ആകെ സങ്കടപ്പെടുന്നുണ്ട്. എന്നാൽ വിജി പറയുന്നത് അവൻ കേൾക്കുക മാത്രമാണ് ചെയ്യുക. അവന്റെ കൈ പിടിച്ചുകൊണ്ടാണ് അവൾ സംസാരിക്കുന്നത്. ഞാൻ ഇത്രയും നിന്റെ അടുത്ത് ക്ലോസ് ആയി നിന്റെ കൈ പിടിച്ച് സംസാരിച്ചിട്ടും എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് അവൾ ചോദിക്കും. ആക്ച്വലി അവൾക്കും അവനെ ഇഷ്ടമായിരുന്നു. ഇതൊക്കെ കേട്ട് സത്യ ആകെ ഷോക്ക്ഡായി നിൽക്കുമ്പോൾ വിജിക്ക് അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ തുറന്നു പറയുകയും അവനെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കേട്ട് സത്യ ആകെ ഷോക്ക്ഡ് ആകുന്നുണ്ട്. കാരണം കണ്ട അന്ന് മുതൽ സത്യയുടെ മനസ്സിൽ വിജിയുടെ പ്രണയമാണ് ഉണ്ടായിരുന്നത്. എന്നെങ്കിലും അത് തുറന്നു പറയണമെന്നാണ് അവൻ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അവൾ തന്നെ ഇങ്ങോട്ട് ഇഷ്ടം പറഞ്ഞിരിക്കുന്നു. സത്യാകെ ഷോക്കായി നിൽക്കുമ്പോൾ നിനക്കും എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാം. നീ അതെന്നോട് പറയുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീ പറഞ്ഞില്ല. എന്നാൽ ഇത് കേട്ട് സത്യം അവന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയുന്നു. ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് പാർട്ട് ടൈം ആയിട്ട് അവൻ കേറ്ററിംഗിന് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സന്തോഷ് എന്നൊരു പയ്യന്റെ വിവാഹത്തിനായി അവൻ കേറ്ററിംഗിന് പോകുന്നുണ്ട്. ഈ സന്തോഷമായി സത്യ ഓൾറെഡി കുറച്ച് പ്രശ്നത്തിലായിരുന്നു. അവനെ ആ അവസ്ഥയിൽ കണ്ടത് സന്തോഷ് അവനെ കളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ താൻ ഈ ജോലി മാത്രമല്ല ചെയ്യുന്നത്, ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണെന്നും സത്യ പറയുന്നു. ആ നാട്ടിലെ ഒരു പാർട്ടി പ്രവർത്തകന്റെ മകനായിരുന്നു ഈ സന്തോഷ്. ഇടയ്ക്ക് സന്തോഷും സത്യയും തമ്മിൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് സത്യയുടെ ഭാഗത്ത് തെറ്റില്ലാഞ്ഞിട്ട് പോലും അവൻ സന്തോഷിനോട് മാപ്പ് പറയേണ്ടതായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പണക്കാരനായ അവന്റെ അച്ഛൻ അവനെയും കുടുംബത്തെയും ദ്രോഹിക്കുമെന്ന് വാർണിംഗ് ചെയ്തിരുന്നു. എന്നാൽ നീ അവരോട് മാപ്പ് പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് സത്യയുടെ അമ്മ അവനോട് പലതവണ പറഞ്ഞതാണ്. പക്ഷെ വീണ്ടും
വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യ അവരോട് മാപ്പ് പറഞ്ഞ് ആ ഇഷ്യൂ സോൾവ് ചെയ്യുന്നത്. ഈ പ്രശ്നത്തോടുകൂടി അവന്റെ അമ്മ പിന്നീട് സത്യയോട് എങ്കിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഓരോന്നും പറഞ്ഞ് സന്തോഷ് വീണ്ടും അവനെ കളിയാക്കാൻ തുടങ്ങിയതോടുകൂടി ദേഷ്യം വരുന്ന സത്യ സന്തോഷിനോടും വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ പണത്തിലാണ് നീ ജീവിക്കുന്നത്, നിന്റെ അച്ഛന്റെ ഐഡന്റിറ്റിയിലാണ് നീ ജീവിക്കുന്നത് തന്നെ, നിനക്ക് സ്വന്തമായി ഒരു ഐഡന്റിറ്റി പോലും ഇല്ലല്ലോ എന്ന് സത്യ അവനോട് ചോദിക്കും. എനിക്കിപ്പോൾ 29 വയസ്സായി, ഞാൻ കഷ്ടപ്പെട്ട് ജോലിയെടുത്താണ് ജീവിക്കുന്നത്, നിന്നെ പോലെ വീട്ടുകാരുടെ ചിലവിലല്ല ഞാൻ കഴിയുന്നതെന്നും സത്യ അവനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. എല്ലാവരുടെയും മുന്നിൽ തന്നോട് ദേഷ്യത്തോടെ സത്യ സംസാരിച്ചതിനാൽ സന്തോഷിനും അവനോട് നല്ല പക തോന്നുന്നുണ്ടായിരുന്നു. സത്യയോടൊപ്പമുള്ള ഓരോ നിമിഷവും വിജി എൻജോയ് ചെയ്യുകയായിരുന്നു. അവൾ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് 21 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. ഒരു IAS ഓഫീസർ ആകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം തന്നെ. ജോലിയോടൊപ്പം അവൾ പഠിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മുൻപോട്ടുള്ള അവളുടെ പഠനത്തിന് ആവശ്യമായ പുസ്തകങ്ങളൊക്കെ അവളുടെ അമ്മ അവൾക്ക് മേടിച്ചു നൽകുന്നുണ്ട്. അവൾക്ക് അച്ഛനുണ്ടായിരുന്നില്ല. അവൾ ജനിച്ച സമയത്ത് തന്നെ അവളുടെ അച്ഛൻ അവരെ ഉപേക്ഷിച്ചു പോയിരുന്നു. ഒരു ദിവസം കമ്പനിയിൽ നിന്ന് ഓഫ് എടുത്തതിനു ശേഷം സത്യ ആഗ്രഹിച്ചതുപോലെ ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് വിജി പറയുന്നുണ്ട്. നീ എന്നെ സ്നേഹിക്കാനുള്ള കാരണം എന്താണെന്ന് വിജി അവനോട് ചോദിക്കും. എന്റെ കണ്ണ് നല്ലതാണ്, മുടി നല്ലതാണ് എന്നൊന്നും പറയാതെ ശരിക്കും നീ എന്നെ സ്നേഹിക്കാനുള്ള കാരണം എന്താണെന്നാണ് അവൾ ചോദിക്കുന്നത്. എന്നാൽ എനിക്ക് നിന്നോട് പ്രണയം മാത്രമാണ്, അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെന്നാണ് അവൻ തിരിച്ചവളോട് പറയുന്നത്. എന്നാൽ നിനക്കെന്നെ എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് സത്യ അവളോടും ചോദിക്കും. എനിക്ക് നിന്റെ മൈൻഡ് വോയിസ് ആണ് ഇഷ്ടമെന്ന് അവൾ പറയും. നീ മനസ്സിൽ ഇങ്ങനെ ഓരോന്നും പറയാറുണ്ട്, അതൊക്കെ എനിക്ക് കേൾക്കാറുമുണ്ട്. പല കാര്യങ്ങളും സത്യയാകട്ടെ പുറമെ പറയുന്നതിനേക്കാൾ കൂടുതൽ തന്റെ ഉള്ളിൽ തന്നെ സംസാരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവന്റെ മുഖത്ത് നോക്കുമ്പോൾ വിജിക്ക് അത് മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു. അതിനെയായിരുന്നു അവൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. വിജി അവളുടെ ഫ്രണ്ട്സിനെ സത്യക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു പാർക്കിലേക്ക് വരാൻ പറഞ്ഞ് സത്യയെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിലായിരുന്നു അവന് വീട്ടിൽ നിന്നും ഒരു കോൾ വരുന്നത്. അവന്റെ അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, നീ ഉടനെ വരണമെന്നാണ് അച്ഛൻ അവനെ വിളിച്ചു പറയുന്നത്. ഇത് കേട്ടതും അമ്മയ്ക്ക് സുഖമില്ലെന്നും താൻ പോവുകയാണെന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ തന്റെ റൂമിലേക്ക് പോയി സാധനങ്ങളും എടുത്ത് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നു. അവനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. മെസ്സേജ് അയച്ചിട്ടും അവൻ റിപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആകെ ടെൻഷനായിട്ട് വിജിയും അവളുടെ ഫ്രണ്ട്സുമായി ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ട്. സത്യ ആ തിരക്കിനിടയിൽ വിജിയെ വിളിച്ചു പറയാൻ പോലും മറന്നുപോയിരുന്നു. വിജിയുടെ കോൾ വന്നിട്ടും സത്യ അത് അറ്റൻഡ് ചെയ്തതുമില്ല. അതുകൊണ്ട് തന്നെ ടെൻഷനായിട്ടാണ് വിജി സത്യയെ കാണാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത്. ഞാൻ എത്ര തവണ വിളിച്ചു, നീ എന്താണ് കോൾ എടുക്കാത്തതെന്ന് വിജി ചോദിക്കുമ്പോൾ അമ്മയോർത്ത് ഞാൻ വളരെ ടെൻഷനിലാണെന്നാണ് സത്യ അവളോട് പറയുന്നത്. അമ്മയെ കാണാൻ വേണ്ടി ഞാനും വരട്ടെ എന്ന് അവൾ ചോദിക്കും. എന്നാൽ വേണ്ടെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്നുമാണ് സത്യ പറയുന്നത്. ശരിക്കും സന്തോഷും സത്യയുമായുള്ള ആ പ്രശ്നത്തിന് ശേഷം സത്യയും അവന്റെ അമ്മയും തമ്മിൽ സംസാരിച്ചിട്ട് തന്നെ 3 വർഷത്തോളമായിരുന്നു. അമ്മയാണെങ്കിൽ തന്നോടൊന്നും സംസാരിക്കുന്ന പോലുമില്ല. ഈ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ തനിക്കത് താങ്ങാൻ കഴിയില്ലെന്നാണ് സത്യ മനസ്സിൽ ചിന്തിക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ വിജയാണെങ്കിൽ ഈ നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ അമ്മയോട് സംസാരിക്കണമെന്നും നിന്നെ കാണുമ്പോൾ തന്നെ അമ്മയുടെ അസുഖമൊക്കെ മാറുമെന്നുമാണ് അവൾ അവനോട് പറയുന്നത്. അവന് ബസ്സിലിരുന്ന് കഴിക്കാനുള്ള ഫുഡ് വരെയും വിജി അവന് എത്തിച്ചു നൽകുന്നുണ്ട്. ബസ്സിലിരിക്കുന്ന സമയമെല്ലാം സത്യയുടെ ചിന്ത വിജയെ കുറിച്ച് മാത്രമായിരുന്നു. തന്നെ ഇത്രയും അവൾ കെയർ ചെയ്തല്ലോ, ഇങ്ങനെ കെയർ ചെയ്യുന്ന ഒരു പെൺകുട്ടി ജീവിതത്തിൽ ഉണ്ടായാൽ മതിയെന്നും ജീവിതം വളരെ മനോഹരമാകുമെന്നുമാണ് അവൻ ചിന്തിക്കുന്നത്. അങ്ങനെ അവൻ അമ്മയെ കാണാനായി ആ ഹോസ്പിറ്റലിൽ എത്തുന്നു. അമ്മയെ കണ്ടയുടനെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുക മാത്രമാണ് സത്യ ചെയ്യുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. സംസാരിച്ചില്ലെങ്കിലും അമ്മയ്ക്കും മകനും ഒരിക്കലും പിരിയാൻ കഴിയില്ലെന്ന് ആ സീനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും. അമ്മയും മകനും ഇങ്ങനെ വാശി പിടിച്ചു നിന്നാൽ എങ്ങനെയാണെന്നും അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഈ പോരാട്ടമൊക്കെ നിർത്താൻ സത്യ അമ്മയോട് പറയുമെങ്കിലും ഇത് കേട്ട് അമ്മയ്ക്ക് ദേഷ്യമാണ് തോന്നുന്നത്. അമ്മ ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കി സത്യ അവിടെ നിന്നും ദേഷ്യത്തോടെ പോകാൻ തുടങ്ങുമ്പോൾ ഒരാഴ്ച നീ ഇവിടെ അമ്മയുടെ കൂടെ നിൽക്കണമെന്ന് അവന്റെ അച്ഛൻ അവനോട് പറയുന്നുണ്ട്. സോ ഒരാഴ്ച അമ്മയോടൊപ്പം നിൽക്കാൻ സത്യയും തീരുമാനിക്കും. നാട്ടിൽ നിൽക്കുന്ന സമയമെല്ലാം വിജിയോട് അവൻ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. സത്യ അവന്റെ അച്ഛനെയും അമ്മയെയും വിജിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ സത്യയെക്കുറിച്ച് അമ്മയോട് പറയാൻ വിജിക്ക് അത്ര ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അവളുടെ അമ്മയ്ക്ക് അവളുടെ IAS ഓഫീസറായി കാണണമെന്നായിരുന്നു ആഗ്രഹം. അച്ഛൻ ഉപേക്ഷിച്ച് പോയതിനു ശേഷം അവളുടെ അമ്മയാണ് അവളെ വളർത്തിയത്. എല്ലാവരുടെയും മുമ്പിൽ അവളെ പഠിപ്പിച്ച ഒരു IAS ഓഫീസർ ആക്കണമെന്നായിരുന്നു ആ അമ്മയുടെ ആഗ്രഹം. എന്നാൽ വിജിക്കാണെങ്കിൽ സ്വന്തമായി ഒരു ജോലി നേടി താൻ ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാനായിരുന്നു അവൾ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരാഴ്ച അമ്മയോടൊപ്പം നിന്നതിനു ശേഷം സത്യ വീണ്ടും ചെന്നൈയിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ വീണ്ടും സത്യയും വിജിയും സന്തോഷത്തോടെ പോകുന്നതിനിടയ്ക്കാണ് സത്യക്ക് സുഖമില്ലെന്ന വിവരമറിഞ്ഞ് വിജി അവൻ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയം സത്യയുടെ ഫ്രണ്ടായ മണിയും അവിടെ ഉണ്ടായിരുന്നു. അവളെ കണ്ട് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് മണി അവിടെ നിന്നും പോകുന്നു. ആ റൂമിനുള്ളിലേക്ക് കയറുന്ന വിജി ആ റൂമാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന
വൃത്തിയാക്കുന്നതാണ് കാണുന്നത്. സോ അവിടെ എല്ലാം വൃത്തിയാക്കാൻ അവൾ തീരുമാനിക്കും. കൂടാതെ അവർക്ക് വേണ്ട ഫുഡൊക്കെ അവൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഒരു വൈകുന്നേരത്തോടെ മണി തിരിച്ചു വരുമ്പോൾ ആ വീട് കണ്ട് അവൻ തന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം വിജി വീട് നന്നായി ക്ലീൻ ചെയ്യുകയും അവർക്ക് വേണ്ട ആഹാരമൊക്കെ ഒരുക്കുകയും ചെയ്തിരുന്നു. മണി മദ്യപിച്ചിട്ടായിരുന്നു തിരിച്ചെത്തിയത്. എന്നാൽ ഇതൊന്നും കൂട്ടാക്കാതെ വിജി അവന് ആഹാരം വിളമ്പി നൽകുന്നുണ്ട്. ഞാനും ഇതുപോലൊരു പെൺകുട്ടിയെ പ്രണയിച്ചതാണെന്ന് മണി അവളോട് പറയും. ഞങ്ങൾ രണ്ടുപേരും ഡീപ്പായിട്ട് പ്രണയിച്ചു. ഞാൻ അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് മനസ്സിലാക്കി അവൾ എന്നെ തേച്ചിട്ട് പോയെന്നാണ് മണി വിജിയോട് പറയുന്നത്. അതുപോലെ നീ ഒരിക്കലും സത്യയെ ഉപേക്ഷിക്കരുതെന്നും മണി പറയുന്നുണ്ട്. നീ സത്യയെ ഉപേക്ഷിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നും മണി അവളോട് പറയും. മണി ഇതെല്ലാം അവളോട് പറയുമ്പോഴും വിജിയുടെ മനസ്സിൽ അവളുടെ അമ്മയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. അവളുടെ അമ്മയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും വിജി നന്നായി പഠിച്ച് IAS ഉദ്യോഗസ്ഥ ആകണമെന്ന് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കണമെന്ന് വിജി തീരുമാനിക്കുന്നു. നെക്സ്റ്റ് ഡേ തന്നെ വിജി നേരെ ഓഫീസിലേക്ക് ചെന്ന് അവൾ ജോലി റിസൈൻ ചെയ്യുന്നു. അതിനുശേഷം അവൾ സത്യയെ വിളിച്ചു വരുത്തി ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തെന്ന് പറയും. നീ എന്തിനാണ് റിസൈൻ ചെയ്തതെന്ന് സത്യ ചോദിക്കുമ്പോൾ എനിക്ക് IAS കോച്ചിങ്ങിന് പോകണമെന്നാണ് അവൾ പറയുന്നത്. നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് എന്നോടുകൂടി ചോദിച്ചിട്ട് വേണമെന്ന് സത്യ പറയും. എന്റെ അമ്മയ്ക്ക് ഞാനൊരു IAS ഓഫീസർ ആകണമെന്നാണ് ആഗ്രഹം. അത് ഞാൻ എന്തായാലും നിറവേറ്റുമെന്നും അതിനാലാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത് എന്നുമാണ് അവൾ പറയുന്നത്. അതുവരെ എന്നെ ശല്യം ചെയ്യരുതെന്നും സത്യയോട് അവൾ പറയുന്നു. ഇത് കേൾക്കുന്നതും സത്യ വല്ലാതെ ഷോക്ക്ഡാകും. നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതെന്ന് സത്യ ചോദിക്കും. ഞാൻ ആരോട് ചോദിക്കണം? എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ കഴിയില്ല എന്നാണ് അവൾ ചോദിക്കുന്നത്. നമ്മൾ രണ്ടുപേരും പ്രണയിക്കുകയല്ലേ, അപ്പോൾ നമ്മൾ രണ്ടുപേരും ചേർന്നിട്ട് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ഡിസിഷൻസ് ഒക്കെ എടുക്കാനെന്ന് സത്യ അവളോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ എതിർത്ത് സംസാരിച്ച് നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് അവൾ ചോദിക്കും. എന്നാൽ നിന്നെ പോലെയല്ല ഞാനെന്ന് പറഞ്ഞാണ് അവൾ അവിടെ നിന്നും പോകുന്നത്. എന്നാൽ സത്യ വീണ്ടും അവളോട് എതിർക്കാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് എന്താണ് വേണ്ടത്? നമ്മൾ രണ്ടുപേരും പ്രണയിക്കുന്നത് എല്ലാവരും അറിയണം. എന്നാൽ ഞാൻ എല്ലാവരോടുമായി അത് പറയാമെന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് വിജി സത്യവുമായി ചെല്ലുന്നു. അവളുടെ ഓഫീസിലോ മറ്റു ഫ്രണ്ട്സിനോ ഒന്നും അവർ തമ്മിൽ പ്രണയിക്കുന്ന കാര്യം അറിയില്ലായിരുന്നു. സോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ സത്യയെ പ്രണയിക്കുന്നുവെന്ന് അവൾ എല്ലാവരോടുമായി പറയുന്നു. എന്നാൽ ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് സത്യക്ക് മനസ്സിലായില്ല. വിജിയുടെ മറ്റൊരു രൂപമായിരുന്നു സത്യ കണ്ടുകൊണ്ടിരുന്നത്. ഈ സമയം ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അന്ന് സത്യയും വിജിയും ഒരു ബീച്ചിൽ മീറ്റ് ചെയ്തപ്പോൾ ഒരു കൈനോട്ടക്കാരി പറഞ്ഞ കാര്യങ്ങൾ അവൻ ആലോചിച്ചെടുക്കും. നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒന്നാകില്ലെന്ന്, ഒരു നാൾ നിനക്ക് അവളുടെ യഥാർത്ഥ രൂപം കാണേണ്ടി വരുമെന്നുമാണ് ആ കൈനോട്ടക്കാരി സത്യയോട് പറഞ്ഞത്. ശരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. സോ അവളുടെ മേൽ സത്യയ്ക്ക് ഒരു സംശയം തോന്നാനായി തുടങ്ങുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ അടികൊണ്ട് കിടക്കുന്ന സത്യയാണ് കാണിക്കുന്നത്. ആ സമയം അവന്റെ താടിയും മുടിയും ഒക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അടികൊണ്ട് നിലത്ത് കിടക്കുന്ന സത്യ അവളെ കുറിച്ച് വീണ്ടും ഓർക്കുന്നത് ഫ്ലാഷ് ബാക്കിൽ കാണിക്കും. വിജി പറഞ്ഞതുപോലെ അവൾ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് IAS കോച്ചിങ്ങിന് പോകാനായി തുടങ്ങുന്നു. എന്നാൽ വിജി ഓഫീസിൽ ഇല്ലാത്തത് കാരണം സത്യയ്ക്ക് മര്യാദയ്ക്ക് ജോലി പോലും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളെ അവൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ എപ്പോഴൊക്കെ അവൻ അവളെ കാണാൻ പോകുമ്പോഴും അവൾക്കായി ഒരു ഗിഫ്റ്റ് അവൻ വാങ്ങിക്കൊണ്ട് പോകും. എങ്ങനെയെങ്കിലും അമ്മയുടെ ആഗ്രഹം നിറവേറ്റണമെന്ന ആഗ്രഹത്താൽ അവൾ ഫുൾ ടൈം പഠിക്കാൻ തന്നെ തീരുമാനിക്കും. പലപ്പോഴും അവന്റെ ഫോൺ കോൾ പോലും അവൾ എടുത്തിരുന്നില്ല. പഴയ പോലെ ഒരുപാട് നേരം അവർ സംസാരിക്കാറില്ലായിരുന്നു. അങ്ങനെയൊന്നും അവർ മീറ്റ് ചെയ്യാറ് കൂടി ഇല്ലായിരുന്നു. സത്യ അവളെ ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങി. ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്ന സ്ഥലത്തെല്ലാം തന്നെ അവൻ ഒറ്റയ്ക്ക് പോയി ഇരിക്കാൻ തുടങ്ങുന്നു. അവളില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് കഴിയാതെയായി. നിന്റെ അച്ഛൻ എന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ടിട്ട് പോയതെന്ന് സത്യ വിജിയോട് ചോദിക്കും. ഞാൻ എന്റെ അച്ഛന്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ലെന്നാണ് അതിന് മറുപടിയായി അവൾ പറയുന്നത്. കുരുനില കതിരവൻ എന്നാണ് എന്റെ അച്ഛന്റെ പേര്. ആ പേര് മാത്രമേ എനിക്ക് അറിയൂ എന്നും അവൾ പറയും. എന്നാൽ നിന്റെ അച്ഛൻ നിങ്ങളെ വിട്ടിട്ട് പോയതുപോലെ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോകില്ലെന്ന് സത്യ അവന്റെ മനസ്സിൽ അവളോട് പറയുന്നുണ്ടായിരുന്നു. എക്സാം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് വിജി സത്യയെ വിളിക്കുന്നു. അവൾ വളരെ ചിരിച്ചു കളിച്ച് അവനോട് സംസാരിക്കാൻ തുടങ്ങും. എന്തുപറ്റി ഇത്ര സ്നേഹത്തോട് സംസാരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കാരണം കുറച്ചു ദിവസമായിട്ട് അവൾ അങ്ങനെ സംസാരിക്കാറേ ഇല്ലായിരുന്നു. എന്നാൽ തന്റെ കൂടെ ഒരിടം വരെ വരാമോ എന്ന് അവൾ ചോദിക്കുന്നു. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അവൾ തന്നെ വിളിക്കുന്നതെന്ന് പോലും സത്യക്ക് തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ അവനെയും കൂട്ടി അവൾ പോകുന്നത് അവളുടെ പഴയ ഒരു ഹിന്ദി ടീച്ചറിനെ കാണാനാണ്. അവർ ഒരു ഗായികയാണ്. അവിടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് വന്നത്. അവളുടെ ടീച്ചർ ഒരു ഡ്രസ്സ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് സത്യ അവളെ കണ്ടതും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളെ അത്ര സുന്ദരിയായിട്ട് സത്യ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴേക്കും നന്നായി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ബൈക്കിൽ ഇനി നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ, ഇന്ന് രാത്രി ഇവിടെ
ഇവിടെ സ്റ്റേ ചെയ്യാമെന്നും ആ ടീച്ചർ അവരോട് പറയുന്നുണ്ട്. അവർക്കായി അവരൊരു റൂമും നൽകുന്നു. സത്യയോടൊപ്പം ആ റൂമിൽ കഴിയാൻ അവൾ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഈ കാര്യം സത്യയ്ക്കും മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അവളാകട്ടെ തന്റെ അമ്മയെ വിളിക്കുന്ന പോലെ ഫോൺ എടുത്ത് സംസാരിക്കാനായി തുടങ്ങും. ഞാൻ എന്റെ ടീച്ചറിനെ കണ്ടെന്നും ഇന്ന് രാത്രി ഇവിടെ നിൽക്കുകയാണെന്നും എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സത്യയാണ് എന്റെ കൂടെ ഉള്ളതെന്നും ഒക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സത്യക്ക് ഇതെല്ലാം കേട്ടപ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട്. കാരണം ഇതിനു മുമ്പൊക്കെ ഒറ്റയ്ക്ക് ഇവൾ ഓട്ടോയിൽ സഞ്ചരിക്കുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ ആരെയെങ്കിലും വിളിക്കുന്ന പോലെ കാണിക്കണമെന്നും അവൾ പോകുന്ന വണ്ടിയുടെ നമ്പറും അവൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തെ പറ്റിയും ഒക്കെ പറയണമെന്നും അവൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവൻ അങ്ങനെ അവളോട് പറഞ്ഞത്. അതേ കാര്യം തന്നെ സത്യയുടെ അടുത്ത് അവൾ പ്രയോഗിച്ചിരിക്കുകയാണ്. അവൾ ആരെയും കോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ അഭിനയിക്കുകയായിരുന്നു അവൾ ചെയ്തത്. സത്യ അവളെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. നിനക്കെന്നെ അത്രയ്ക്കും വിശ്വാസമില്ലേ എന്ന് സത്യ അവളോട് ചോദിക്കും. അവൻ വളരെ ഇമോഷണൽ ആയിട്ടായിരുന്നു അവളോട് സംസാരിച്ചത്. ആ നിമിഷം അവൾക്ക് വല്ലാതെ വിഷമം തോന്നി. താൻ സത്യയെ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്ത് അവളും വളരെ ഇമോഷണൽ ആകുന്നുണ്ട്. ആ സമയത്തും അവൾക്ക് നൽകാനായി അവന്റെ കയ്യിൽ ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഓരോ ഗിഫ്റ്റുകളും ഇങ്ങനെ നിനക്ക് വാങ്ങിത്തരുന്നതിന് ഒരു കാരണമുണ്ട്. നീ എങ്ങോട്ട് നോക്കിയാലും ഞാൻ വാങ്ങിയ ഗിഫ്റ്റുകൾ മാത്രമായിരിക്കും നിനക്ക് ചുറ്റും കാണുന്നത്. ആ നിമിഷമെങ്കിലും നീ എന്നെ ഓർക്കുമല്ലോ. അത് തന്നെ എനിക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണെന്നും അവൻ പറയുന്നു. ഇത് കേട്ട് അവൾ ദേഷ്യപ്പെടുകയാണ് ചെയ്യുക. ഞാൻ നിന്റെ അച്ചീവ്മെന്റ് ഒരു ട്രോഫിയോ ഒന്നും തന്നെയല്ലെന്നും നമുക്കിടയിലുള്ള പ്രണയം നോർമൽ ആണെന്നും അത് നീ വലിയ സംഭവമായിട്ട് കാണേണ്ടതില്ലെന്നുമാണ് അവൾ പറയുന്നത്. ലൈഫിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് അച്ചീവ് ചെയ്യാനുണ്ട്. അത് നീ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നിനക്ക് വാങ്ങിത്തരുന്ന സമയത്ത് നീ എന്നെ ഒന്ന് കിസ് ചെയ്യാറില്ലേ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാറില്ലേ? എന്നെ സംബന്ധിച്ച് അതൊക്കെയാണ് ലവ്. അതിനപ്പുറം ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ലെന്നും അവൻ പറയുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നിന്റെ ഒരു ഡ്രൈവർ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നിന്നെ കൊണ്ടുപോകുന്ന ഒരു ഡ്രൈവർ. രണ്ടുപേരുടെയും മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ് അവർ രണ്ടുപേരും വളരെ ഇമോഷണൽ ആകുന്നുണ്ട്. അതിനുശേഷം വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണ് കാണിക്കുക. അവന്റെ അമ്മ ഒരു പരാതി കൊടുക്കാനായി അവിടുത്തെ MLA കാണാൻ വേണ്ടി ആ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. MLA കണ്ടതിനു ശേഷം വിജയെയും സത്യയെയും കൂടി കാണാൻ അവർ അങ്ങോട്ട് വരുന്നുണ്ട്. വിജിക്ക് ഗിഫ്റ്റായി ഒരു സാരിയും മേടിച്ചിട്ടാണ് ആ അമ്മ വന്നിരിക്കുന്നത്. വിജിയെ കാണാൻ വേണ്ടിയിട്ട് അവരെയും കൂട്ടി സത്യ പാർക്കിലേക്ക് പോയി അവളെ വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ സത്യ അവളെ പലതവണ ഫോണിൽ വിളിച്ചിട്ടും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സത്യയുടെ അച്ഛനും അമ്മയും അവിടെ രാത്രി വരെയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ സത്യക്ക് ഈ കാര്യം വിജിയെ അറിയിക്കാനും കഴിഞ്ഞില്ല. രാത്രിയായിട്ടും വിജി അവന്റെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് അവളുടെ മെയിൻ എക്സാം ആയതുകൊണ്ട് തന്നെ അവൾ ആ സമയത്തെല്ലാം പഠിക്കുകയായിരുന്നു. അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് അവളുടെ അച്ഛനും അമ്മയും ആ സാരി സത്യയുടെ കയ്യിൽ കൊടുത്തതിനു ശേഷം അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അച്ഛനും അമ്മയും അവളെ അത്രയും ആഗ്രഹത്തോടെ കാണാൻ വന്നിട്ട് അവളെ കാണാതെ പോയതിൽ സത്യക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. രാത്രി മുഴുവൻ പഠിച്ചതിനു ശേഷം രാത്രി 2 മണി സമയത്താണ് അവൾ ഫോൺ എടുത്തു നോക്കുന്നത്. അപ്പോഴാണ് സത്യ അയച്ച മെസ്സേജും അവന്റെ കോൾസും അവൾ കാണുന്നത്. ഇത് കണ്ട് അവൾ ആകെ ഇമോഷണൽ ആകുന്നുണ്ട്. അച്ഛനും അമ്മയും വരുന്നുണ്ടെന്നും അവർക്ക് നിന്നെ കാണണമെന്നും അവൻ നേരത്തെ തന്നെ അവളോട് പറഞ്ഞിരുന്നു. എന്നാൽ എക്സാമിന്റെ ടെൻഷനിൽ അവൾ അത് മറന്നുപോയിരുന്നു. കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്ന അവൾ ഉടനെ തന്നെ സത്യയെ തേടി ആ പാർക്കിലേക്ക് പോകും. അവൾ ചെല്ലുമ്പോൾ അവനും ആ പാർക്കിലുണ്ടായിരുന്നു. എന്നാൽ സത്യ നല്ല ദേഷ്യത്തിലായിരുന്നു. അവൾ എത്രയൊക്കെ സോറി പറഞ്ഞിട്ടും അവനത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. നാളെ എന്റെ എക്സാം ആണ്, എനിക്ക് ഫോൺ എടുത്ത് നോക്കാൻ പോലും സമയം കിട്ടിയില്ലെന്നും എന്റെ തെറ്റാണെന്നും പറഞ്ഞ് അവൾ പലതവണ അവനോട് സോറി ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് സത്യക്ക് നല്ല ദേഷ്യമായിരുന്നു അവളോട് തോന്നിയത്. നിന്റെ അമ്മയും നിന്നെ പോലെ തന്നെയാണെങ്കിൽ നിന്റെ അച്ഛൻ ഇട്ടിട്ട് പോയതിന് കാരണം ഇതുകൊണ്ട് തന്നെയാണെന്ന് അവൻ ദേഷ്യത്തോടെ അവളോട് പറയുന്നു. ഇത് കേട്ട ഉടനെ വല്ലാതെ ദേഷ്യത്തോടെ അവൾ അവിടെ നിന്നും പോകും. എന്നാൽ അവളോട് വാവിട്ട് പറഞ്ഞ ആ വാക്കുകളോർത്ത് അവനും നന്നായി വിഷമം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്നോർത്ത് അവനും വളരെ ഇമോഷണൽ ആകും. എന്നാൽ എക്സാമിന് പോയ വിജയാകട്ടെ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ആകെ തകർന്നിരിക്കുകയാണ്. അവൻ പറഞ്ഞ ആ വാക്കുകൾ അപ്പോഴും അവളെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ആ എക്സാം ഹാളിൽ വെച്ച് അവൾ തലകറങ്ങി വീഴുകയും ചെയ്യുന്നു. എക്സാം കഴിഞ്ഞിട്ട് അവൾ തന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി സത്യയെ വിളിക്കുന്നുണ്ട്. എന്നാൽ ബൈക്കിൽ കയറിയ ശേഷം അവൾ അവനോട് ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. വീടിന്റെ ഫ്രണ്ടിൽ അവളെ ഇറക്കിവിട്ട് സത്യ പോകാൻ തുടങ്ങുമ്പോൾ അകത്തേക്ക് വരാൻ പറഞ്ഞ് അവൻ അവളെ വീടിനുള്ളിലേക്ക് വിളിക്കുന്നു. അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ അവർ തമ്മിൽ പിരിഞ്ഞെങ്കിൽ അവൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. അവൻ കൂടെ ഉള്ളിടത്തോളം കാലം ഈ സ്ട്രെസ്സും പ്രശ്നങ്ങളുമെല്ലാം അവളുടെ കൂടെ
ഉണ്ടാകും. അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും അവൾക്ക് സാധിക്കില്ല. സോ നമുക്ക് ബ്രേക്കപ്പ് ആകാമെന്ന് അവൾ അവനോട് പറയുന്നു. എന്തു പറ്റി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ, നീ എനിക്ക് തന്ന സ്ട്രെസ് കാരണം മെയിൻ എക്സാം പോലും എഴുതാൻ പറ്റിയില്ല. ഞാൻ ബോധം കെട്ടു വീണു. ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പൊക്കെ ഇട്ടതിനു ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചെറുപ്പം മുതലേ ഞാൻ ആഗ്രഹിച്ചതാണ് ഒരു IAS ആകണമെന്ന്. എനിക്കത് നേടിയെടുത്തേ പറ്റുമെന്നും അവൾ പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് സത്യ ആകെ തകർന്നു പോകും. നീ എപ്പോഴും എന്നെ ഓർക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ നിന്നെ കാണാൻ വരുമ്പോഴെല്ലാം ഓരോ ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്. എന്നാൽ എനിക്കിപ്പോൾ തോന്നുന്നത് നീ എന്നെ ഇനി ഓർക്കണമെങ്കിൽ നീ പഠിക്കുന്ന ബുക്കുകളിൽ ഞാൻ വരണമെന്നാണ്, അല്ലെങ്കിൽ നീ എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്റെ പേര് വരണമെന്നാണ്. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ എന്നെ കുറിച്ച് ഓർക്കുമെന്നും അവൻ വളരെ ഇമോഷണലായി അവളോട് പറയുന്നു. ബ്രേക്കപ്പ് ആകാമെന്ന് അവൾ പറയുമ്പോൾ അവൾ സന്തോഷമായിട്ടിരിക്കണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്. സോ ബ്രേക്കപ്പ് ആകാമെന്ന് പറഞ്ഞ് അവനും അവിടെ നിന്ന് പോകുന്നു. അവൻ ശരിക്കും തകർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അവൻ അവന്റെ ജോലി വിട്ട് അവന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു അവനുണ്ടായിരുന്നത്. അവന്റെ അമ്മ ചെയ്തതുപോലെ പല ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവൻ തയ്യാറാകും. അടുത്തിടെ അവരുടെ ഗ്രാമത്തിലെ ഒരു തടാകം നികത്തി അവിടെ ഒരു കോളേജ് വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ബാക്കിയുള്ള പോർഷൻ കൂടി നികത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ മുതലാളികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യമായി മുൻപ് പ്രശ്നമുണ്ടായിരുന്ന സന്തോഷിന്റെ അച്ഛന്റേതായിരുന്നു ആ കോളേജ്. ആ തടാകത്തിന്റെ ഏരിയ ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പല അധികാരികളെയും സത്യ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അവരാകട്ടെ ആ തടാകം വൃത്തിയാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യാനാണ് പറയുന്നത്. സോ സത്യം അവിടെയെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ആളുകളെയും കൂട്ടി അവിടേക്ക് പോകുന്നു. പല കോളേജിലെ കുട്ടികളെയും സ്കൂൾ കുട്ടികളെയും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പലപ്പോഴായി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടിക്ക് സത്യയോട് കുറച്ച് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. ഈ സമയം വിജയാകട്ടെ അവിടെ നിന്നും അമ്മയും കൂട്ടി അവൾ ഡൽഹിയിലേക്ക് പോയിരുന്നു. വിജയും അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യയും തന്റെ അമ്മയെ പോലെ നാട്ടിലെ പല കാര്യങ്ങളിലും ഇടപെട്ടു തുടങ്ങിയെങ്കിലും അവന്റെ ഉള്ളിൽ അപ്പോഴും വിജയോടുള്ള പ്രണയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സന്തോഷിന്റെ അച്ഛൻ നിർമ്മിച്ച ആ കോളേജിന്റെ ബാക്കിപ്പണി നടത്താൻ സത്യയും കൂട്ടനും സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ സന്തോഷ് കുറച്ച് ആൾക്കാരുമായി വന്ന് സത്യയെ അടിക്കാനായി തുടങ്ങുന്നു. അവരെ പിടിച്ചു മാറ്റാനായി അങ്ങോട്ടേക്ക് പോലീസുകാരും എത്തും. അവർ അവരെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് വലിച്ചു കീറുന്നു. ഇത് കണ്ട ദേഷ്യം വന്ന സത്യ ആ പോലീസുകാരനെ അടിക്കും. ഈ സംഭവം വലിയ ഇഷ്യൂ ആകും. ഇതോടെ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്യുന്നു. അവിടെ വന്ന പെൺകുട്ടികളെ സത്യയാണ് ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാണ് പോലീസ് അവന്റെ പേരിൽ കേസ് ഫയൽ ചെയ്യുന്നത്. ഇത് വലിയ ന്യൂസ് ആകുകയും ചെയ്യുന്നു. ഈ ന്യൂസ് വിജയും കാണുന്നുണ്ടായിരുന്നു. ഇതൊന്നും സത്യമല്ലെന്ന് അവൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാകും. സത്യയെ വീണ്ടും ടിവിയിലൂടെ കണ്ട വിജിക്ക് പിന്നെയും അവനെ കാണണമെന്ന് തോന്നുന്നു. അവനെ മറക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. സോ എല്ലാ കാര്യങ്ങളും അവൾ അവളുടെ അമ്മയോട് തുറന്നു പറയുന്നു. ഈ സമയം സന്തോഷിന്റെ ആൾക്കാര് സത്യയെ ജയിലിൽ വെച്ച് തന്നെ കൊല്ലാനായി പ്ലാൻ ഇടുന്നു. സോ പോലീസുകാരും അവനെ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അവനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ അമ്മ മുന്നോട്ടിറങ്ങുകയും അവർ നടത്തിയ സമരം മൂലം അവന്റെ മേലുള്ള കള്ളക്കേസുകളെല്ലാം മാറ്റി അവനെ അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ ആദ്യത്തെ കുറച്ചു ദിവസം അബോധാവസ്ഥയിലായിരുന്നു. അവന് ബോധം തെളിഞ്ഞ അന്ന് തന്നെ അവനെ കാണാൻ വേണ്ടി വിജയുടെ അമ്മ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. വിജയുടെ അമ്മയുടെ ഫാമിലിയിലെ എല്ലാവരും തന്നെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ലോയേഴ്സും ഒക്കെ ആയിരുന്നു. വിജയുടെ കുടുംബം മാത്രമായിരുന്നു പാവപ്പെട്ടവരായിട്ടുണ്ടായിരുന്നത്. സോ അവരെല്ലാം വിജയെയും അവളുടെ അമ്മയെയും മാറ്റി നിർത്തിയിരുന്നു. അതിനാൽ വിജയുടെ അമ്മയ്ക്ക് തന്റെ മകളെയെങ്കിലും പഠിപ്പിച്ച് IAS-കാരി ആക്കണമെന്നും അവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഹസ്ബൻഡ് കൂടെ ഉപേക്ഷിച്ച് പോയതോടുകൂടി അവരുടെ കുടുംബവും ബന്ധുക്കാരും പോലും അവരെ തിരിഞ്ഞു നോക്കാതാകുന്നു. എല്ലാവരുടെയും മുന്നിൽ ജയിച്ചു കാണിക്കണമെന്ന് വിജിക്കും വിജിയുടെ അമ്മയ്ക്കും ചെറുപ്പം മുതലേ വലിയ വാശിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത്. ചെറുപ്പം മുതലേ അവളുടെ മനസ്സിൽ ഒരു IAS ഓഫീസർ ആകണമെന്ന് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അവൾക്ക് ആ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. എക്സാം എഴുതാനോ പഠിക്കാനോ പറ്റുന്നില്ല. നിന്നെ ആലോചിച്ച് അവൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നീ ഒന്ന് വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ പോയി എക്സാം എഴുതുമെന്നാണ് അവളുടെ അമ്മ അവനോട് പറയുന്നത്. താൻ സംസാരിക്കാമെന്ന് അവൻ അമ്മയ്ക്ക് വാക്കുകൊടുക്കും. അങ്ങനെ വിജിയെ കാണാൻ വേണ്ടിയിട്ട് വിജി താമസിക്കുന്ന വീട്ടിലേക്ക് അവൻ പോകുന്നു. പുറത്തുനിന്നും അവന്റെ സൗണ്ട് കേൾക്കുന്നതും വിജി സന്തോഷത്തോടെ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നാൽ ഒരു 2 മിനിറ്റ് നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവൾക്കൊരു സർപ്രൈസുമായിട്ടായിരുന്നു അവൻ വന്നത്. വെറും കൈയോടെ അവളെ കാണാൻ അവൻ ഇന്ന് വരെ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഈ തവണയും ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് അവൻ അവൾക്ക് കൊടുത്തത്. അത് അവളുടെ അച്ഛനെ തന്നെയായിരുന്നു. ഫണ്ട് ഡൊണേഷന് വേണ്ടി അവൻ പലയിടങ്ങളിലും പോയിട്ടുണ്ട്. മലേഷ്യയിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ചാണ് ഇവരുടെ അച്ഛന്റെ പേരുള്ള ഒരാളെ അവൻ പരിചയപ്പെടുന്നത്. അയാളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അത് വിജിയുടെ അച്ഛൻ തന്നെയാണെന്ന് അവന് മനസ്സിലാകുന്നത്. താൻ ചെയ്ത തെറ്റെല്ലാം വിജിയുടെ അച്ഛൻ അവളോട് ഏറ്റു പറയുന്നു.
നിങ്ങളെ ഇട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നെന്ന് പറഞ്ഞ് അയാൾ പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് അവൾ അവളുടെ അച്ഛനെ കാണുന്നു. സത്യ തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമെന്ന് അവൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ വെച്ച് അമ്മ തന്നെ കാണാൻ വന്നിരുന്നെന്നും എല്ലാ കാര്യങ്ങളും തന്നോട് പറഞ്ഞെന്നും സത്യ അവളോട് പറയുന്നു. നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ എക്സാം നന്നായി എഴുതണമെന്ന് സത്യ അവളോട് പറയുന്നു. ഞാൻ കാരണം നീ ഒരിക്കലും ആ എക്സാം എഴുതാതിരിക്കരുത്. എന്റെ കുട്ടിക്കാലത്ത് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും എങ്ങനെ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ചെറുപ്പം മുതലേ നിനക്കൊരു അംബീഷൻ ഉണ്ട്. എന്തൊക്കെ വന്നാലും അത് നേടിയെടുക്കണമെന്ന് തന്നെ അവൻ അവളോട് പറയും. സത്യ വീണ്ടും കണ്ട സന്തോഷത്തിൽ അവളും നന്നായി എക്സാം എഴുതാൻ തീരുമാനിക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് അവളും എല്ലാ എക്സാമും നന്നായി എഴുതുന്നു. അവൾ എഴുതിയ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കപ്പെട്ട ഒരു തടാകം റീസ്റ്റോർ ചെയ്ത് പബ്ലിക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയെടുത്ത വ്യക്തി ആരാണെന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ. അത് സത്യമായിരുന്നെന്ന് അവൾക്കറിയാമായിരുന്നു. ഓപ്ഷനിൽ അവന്റെ പേര് കണ്ടപ്പോൾ അവൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി അവൾ ആലോചിക്കും. നീ പഠിക്കുന്ന ബുക്കുകളിലോ നിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലോ എന്റെ പേര് വന്നെങ്കിൽ മാത്രമേ മനസ്സിൽ നിന്നും ഞാൻ മായാതിരിക്കൂ എന്നും അവൻ മുൻപ് അവളോട് പറഞ്ഞിരുന്നല്ലോ. അതിപ്പോ യാഥാർത്ഥ്യമായിരിക്കുന്നു. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ അവൾ അവനെ വിളിക്കുന്നുണ്ട്. ഈ കാർഡുകളിലും മറ്റും വരയ്ക്കുന്ന ഹൃദയം അത് വരയ്ക്കാൻ വളരെ ഈസിയാണ്. അതുപോലെയാണ് നമ്മുടെ ലൈഫിലെ കാര്യങ്ങളും. ഫാന്റസിയിൽ നിന്നും നീ വെളിയിൽ വരണം. നിനക്കിപ്പോൾ 29 വയസ്സാണ്. നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ സ്വപ്നങ്ങൾ ഇതൊന്നും ഒരിക്കലും പോകാൻ പാടില്ല. ഇതൊക്കെ നീ നേടിയെടുക്കണമെന്നും അവൾ അവനോട് പറയും. നീ നിന്റെ ആഗ്രഹത്തെ സാധിച്ചെടുക്കണം. ആ സമയം നിന്റെ പ്രണയിനിയായിട്ട് ഞാനും നിന്റെ കൂടെ ഉണ്ടാകുമെന്നും അവൾ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നാകുന്നതായി കാണിച്ചാണ് ഈ മൂവിയും അവസാനിക്കുന്നത്.